ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് കൂർക്കയും പിന്നെ നേന്ത്രക്കായ കൊണ്ടും ഉപ്പേരി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൂർക്കയും കായും കൂടി ഒന്ന് അരിഞ്ഞു കൊണ്ടുവരണം. കൂർക്ക തുണിയുടെ ഒരു ചാക്കുണ്ടല്ലോ, ചണച്ചാക്ക്, അതിലൊക്കെ ഇട്ടൊന്ന് പതുക്കെ തല്ലുകയാണെങ്കിൽ ആ തൊലി പോവാനൊക്കെ നല്ല എളുപ്പമുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ നേരം വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞ് കത്തി കൊണ്ട് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തൊലി കളയാം. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ഇത് കൂർക്കയും നേന്ത്രക്കായും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു കൊണ്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അത് നന്നായി ചെറുതാക്കണം, എന്നാലും ഉപ്പേരിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ആദ്യം നമുക്ക് കുക്കറിൽ വെക്കാം കേട്ടോ. കുക്കറിൽ വെച്ച് 2 വിസിലൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് അടയ്ക്കാം. 2 വിസിൽ മതി കേട്ടോ, കൂടുതൽ വേവിക്കണ്ട. അപ്പോൾ വല്ലാണ്ട് വെന്ത് കുഴഞ്ഞു പോവും. അപ്പോൾ അതാ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 വിസിൽ അടുപ്പിച്ചുള്ളൂ. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് ഉള്ളി മൂപ്പിക്കണം കേട്ടോ. ഉള്ളി മൂപ്പിക്കാൻ കൂടുതൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തേക്കണത്. പിന്നെ മുളക് ചതച്ചതാ. മുളക് പൊടി ഇടണേക്കാട്ടിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഉപ്പേരികളൊക്കെ ഇങ്ങനെ മുളക് ഒന്ന് പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ. മിക്സിയിലിട്ട് ഒന്ന് കറക്കിയാൽ മതി. അങ്ങനെ ഇടിച്ചെടുക്കണം മുളക്, നല്ല ടേസ്റ്റാണ് ഉപ്പേരിയിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് ആ പാൻ അടപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഉള്ളിയും മുളകും ഒക്കെ ഇതിൽ ഇട്ട് കൊടുക്കാം. ഉള്ളിയോടൊപ്പം തന്നെ ഈ മുളക് ചതച്ചതും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്താ വെച്ചാൽ രണ്ടും ഉള്ളിയോടൊപ്പം തന്നെ ഈ മുളകും മൂത്ത് വരുമല്ലോ, പൊടിയല്ലല്ലോ. അത് കാരണം കൊണ്ട് മൂക്കാൻ ഇത്തിരി താമസം ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കണത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി വേവിച്ച് വെച്ചേണ കൂർക്കയും നേന്ത്രക്കായും കൂടിയിട്ട് ഇതിലിട്ട് കൊടുക്കാം. പിന്നെ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് 2 മിനിറ്റ്, ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഇല്ല കേട്ടോ, വെള്ളം വറ്റാനല്ല, എന്നാലും 2 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ഇതൊന്ന് വെള്ളം വലിഞ്ഞ് കിട്ടാനായിട്ടൊന്ന് അടച്ചു വെക്കണം കേട്ടോ. ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇപ്പം നന്നായി മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം അധികം ഇല്ല. ഒരു 1-2 മിനിറ്റ് നേരം ഒന്ന് ഗ്യാസ് സിമ്മിൽ കത്തിച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. ഇനി ആദ്യം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതാ വെള്ളമൊക്കെ നന്നായി വറ്റി നല്ല ഇതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ കൂർക്കയും നേന്ത്രക്കായും കൂടി ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ. അതുവരെ ടാറ്റ, ബൈ ബൈ.